വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടരായ സഹോദരങ്ങളെ, ഇന്നിവിടെ ആയിരിക്കുമ്പോൾ തമ്പുരാനോട് ഒത്തിരി നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കുകയാണ്, പണ്ട് മദർ തെരേസ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ കൽക്കട്ടയിൽ വന്നു. അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കി മദർ തെരേസയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മദർ വരുന്ന വഴി ഒരു മനുഷ്യൻ വഴിയിൽ കിടക്കുന്നത് കൊണ്ട് മദർ വണ്ടി നിർത്താൻ പറഞ്ഞു. ആ മനുഷ്യനെ എടുത്ത് മദറിൻ്റെ ഭവനത്തിലാക്കി. തിരിച്ചു വന്നപ്പോൾ സ്വീകരണ പരിപാടിയൊക്കെ കഴിഞ്ഞു. പത്രക്കാർ ചോദിച്ചു, ഈശോയുടെ പ്രതിനിധി ഇവിടെ വന്നിട്ട് മദറിന് ക്ഷണം കഴിയിട്ട് മദർ എന്തിയെ താമസിച്ചു പോയി എന്ന് ചോദിച്ചു. ഉടനെ മദറിൻ്റെ മറുപടി, മദർ തെരേസ മറുപടി ഇതാണ്: ഇവിടെ ഈശോയുടെ പ്രതിനിധിയല്ലേ ഇവിടെയുള്ളത്. ഞാൻ പോരുന്ന വഴി സാക്ഷാൽ ഈശോ വഴിയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ സാക്ഷാൽ ഇങ്ങനെ വഴിയിൽ കിടക്കുന്ന അനേകം ഈശോ, അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ എത്തിച്ച് അവർക്ക് വലിയ ശുശ്രൂഷ ചെയ്യുന്ന നന്മ നിറഞ്ഞ ടോമിയുടെയും ജോഷിയുടെയും അതുപോലെ കുടുംബാംഗങ്ങളുടെ മുഴുവനും നന്മയുടെ മുൻപിൽ നമ്മെല്ലാവരും ഏറെ സ്നേഹത്തോട് കൂപ്പുകാരങ്ങളോട് നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ സ്ഥാപനത്തോട് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹകരിച്ചിട്ടുള്ളവരാണ്. ഞാൻ ചെറിയ തോതിലൊക്കെ ടോമിയുടെ നേരത്തെ മുതൽ അറിയാം, അങ്ങനെ ഒരു ബന്ധവും പരിചയമൊക്കെയുണ്ട്. അധികമൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ദൈവം തൊട്ട കുറേ മനുഷ്യർ, അങ്ങനെ തമ്പുരാൻ തൊട്ട ആ കുറേ മനുഷ്യർ അവർ ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്ന അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. വീടില്ലാത്തവർക്കും നാടില്ലാത്തവർക്കും കൂട്ടില്ലാത്തവർക്കെല്ലാം വീടായി, നാടായി, കൂട്ടായി ഈ സ്ഥാപനം മാറിയിരിക്കുന്നു. ഇനിയും അനേകർക്ക് അനുഗ്രഹമായിട്ട്, ആരുമില്ലാത്തവർക്ക് അഭയം ആയിട്ട് ഈ ഭവനം തീരട്ടെ. വലിയ ദൈവകൃപ ഈ ഭവനത്തിൻ്റെ മേല്, ടോമിയുടെ അത് കുടുംബാംഗങ്ങളുടെ മേല് എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.